അസേർഷൻ റീസൺ എന്ന് പറയുന്ന മറ്റൊരു പാർട്ടാണിത്. 29ാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ദ എൻഷ്രൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ പീപ്പിൾ എന്നത് അസേർഷനാണ്. റീസൺ ആയിട്ട് അതിൻ്റെ പീപ്പിൾ ക്യാൻ മൂവ് കോർട്ട് ഫോർ വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദ കോണ്ടെക്സ്റ്റ് എബോവ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് കറക്റ്റ്. Fundamental rights are enshrined in the constitution of the people is right answer, and reason people can move court for violation of that also right. അപ്പോൾ both A and R true, രണ്ടും ട്രൂ ആണ്. R is the correct explanation or not the correct explanation of A എന്ന് പറയുന്നതാണ് നമുക്കിവിടെ ആൻസറായിട്ട് നമുക്ക് നോക്കട്ടോ. അതിന് ഉത്തരം വരുന്നത് B ആണ്. Both A and R are true, but R is not correct the explanation of A. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കോർട്ടിൽ പോയി നേടിയെടുക്കാൻ സാധിക്കും. കോർട്ടിൽ പോയി നേടിയെടുക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയിലും ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോർട്ടുമാണ്. അങ്ങനെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റൈറ്റ് ആർട്ടിക്കിൾ 32 അറിയപ്പെടുന്നത്. അത് ഭരണഘടനയുടെ ആത്മാവ് എന്നിവിടെ അറിയപ്പെടുന്നുണ്ട്. അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യനാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസേർഷൻ റീസൺ തന്നെയാണ്. അവിടെ അസേർഷനായിട്ട് വരുന്നത് ദർ ആർ 3 ലിസ്റ്റ് ഡിവൈഡിങ് ദ ലെജിസ്ലേറ്റീവ് അതോറിറ്റി ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. റീസൺ ഇന്ത്യ ഹാസ് ഫെഡറൽ സിസ്റ്റം. ഈ കോണ്ടെക്സ്റ്റിൽ ഏതൊക്കെയാണ് എന്നിട്ട് ബോത്ത് ഇത് രണ്ടും കറക്റ്റാണ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ. 3 ലിസ്റ്റുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഇന്ത്യ ഈസ് എ ഫെഡറൽ സ്റ്റേറ്റ്, ഫെഡറൽ സിസ്റ്റം, ഇന്ത്യ ഹാസ് എ ഫെഡറൽ സിസ്റ്റം എന്നുള്ളതും ട്രൂ ആണ്. ഇതിൻ്റെ ആൻസർ ഏതാണ് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. 30ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ബി ആണ്. ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ. ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ, ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇന്ത്യ ഹാസ് എ ഫെഡറൽ സിസ്റ്റം എന്നുള്ളത് ഈ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതിൻ്റെ കൺകറൻറ്റ് ലിസ്റ്റ് എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ടല്ല ഇത് പറയുന്നത്. 31ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 31ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ വാസ് ഡിഫൈൻഡ് ആസ് ഗോൾ ഓറിയൻറ്റഡ് ആൻഡ് ചേഞ്ച് ഓറിയൻറ്റഡ് അഡ്മിനിസ്ട്രേഷൻ ബൈ. ഇത് ആരാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഗോൾ ഓറിയൻറ്റഡ്, ചേഞ്ച് ഓറിയൻറ്റഡ് ആയിട്ട്. ഉത്തരം എഡ്വേർഡ് വീഡനാണ്. എഡ്വേർഡ് വീഡ്നറാണ് അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 32ാമത് കൺസെപ്റ്റ് ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഏജൻസീസ് ഇൻ ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ബോറോഡ് ഫ്രം. ദ കൺസെപ്റ്റ് ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഏജൻസീസ് ഇൻ ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ബോറോഡ് ഫ്രം. എവിടെ നിന്നാണ് ഈ കൺസെപ്റ്റ് എടുത്തിരിക്കുന്നത്? പൊതുഭരണത്തിൽ ഈ ലൈൻ സ്റ്റാഫ് ഏജൻസീസ് കൺസെപ്റ്റ് എടുത്തിരിക്കുന്നത് റവന്യൂ എന്നാണോ, പോലീസ് എന്നാണോ, മിലിറ്ററി എന്നാണോ, ഇൻ്റർനാഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണോ? ഏത് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് എടുത്തിരിക്കുന്നതാണ് ചോദ്യം. 32ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് സി ആണ്. മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ. ലൈൻ ആൻഡ് സ്റ്റാഫ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ കടമെടുത്തിട്ടുള്ളതാണ്. 33 FW ടൈലർ കൺസെപ്റ്റ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് വാസ് ക്രിട്ടിസൈസ്ഡ് ബൈ. FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് കൺസെപ്റ്റാണ്. ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സംവിധാനം, ഏത് തിയറിയാണ്? ട്രേഡ് യൂണിയൻസ്, മാനേജേഴ്സ്, ക്ലാസിക്കൽ സ്കോളേഴ്സ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിലേഷൻ തിയറിസ്റ്റ്. FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ റിലേഷൻസ് തിയറിസ്റ്റാണ്. ആളാണ് ഇദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത്. അത് വ്യക്തമാണ്. പിന്നെ 34ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഏതാണെന്ന് നോക്കാം. ഇന്ത്യ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ ദി ഇയർ. അത് വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാണ്. 1950 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 34ാമത്തെ ചോദ്യം അതിന് ഉത്തരം 1950 പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് 35ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 35ാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സിവിൽ സർവീസ് ഇൻ ഇന്ത്യ വാസ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ്. സിവിൽ സർവീസ് ഇന്ത്യയിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഏത് കമ്മീഷനാണ് എന്നുള്ളതാണ്. അത് ഉത്തരം വരുന്നത് 35ാമത്തേത് ബി ആണ്. മിൻറ്റോ മോർലി റീഫോംസ് പ്രകാരമാണ് ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. മിൻറ്റോ മോർലി
മിൻറ്റോ മോർലിനെ മറക്കരുത്. മിൻറ്റോ മോർലി റിഫോംസിനകത്താണ് സിവിൽ സർവീസിൻ്റെ കൺസെപ്റ്റ് ഇന്ത്യയിൽ ആവിഷ്കരിച്ചത്. ബ്രിട്ടീഷുകാരാണ് ആവിഷ്കരിച്ചത്. ദ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് പാസസ് അക്രോസ് ദ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റെഫേഴ്സ് ടു ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൂടെയുള്ള അക്രോസ് തമ്മിൽ പോകുന്നത് ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ്? അപ്വാർഡ്, ഡൗൺവേർഡ്, ലാറ്ററൽ, ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഉത്തരം വരുന്നത് 36ാമത്തേന് ഉത്തരം വരുന്നത് ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. LATERAL ലാറ്ററൽ കമ്മ്യൂണിക്കേഷനാണ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ക്രോസ് നടക്കുന്ന കമ്മ്യൂണിക്കേഷന് പറയുന്ന പേര്. The contemporary fund in India has been placed at the disposal of contingency fund in India has been placed at the disposal of Prime Minister, Finance Minister, President and Home Minister. ഇവിടെ എനിക്ക് തോന്നുന്നത് പ്രസിഡൻ്റ് ആവാനാണ് സാധ്യത. 37ാമത്തേന് ഉത്തരം ബി, പ്രസിഡൻ്റ് തന്നെയാണ് കണ്ടിജൻസി ഫണ്ടിൻ്റെ കസ്റ്റോഡിയനായിട്ട് വരുന്നത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. 38ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഇൻ വിച്ച് ദ ഫോളോവിങ് തിയറീസ് അപ്പിയർഡ്. സീക്വൻസ് ഓഫ് തിയറീസ് ആണ്. ഡിസിഷൻ മേക്കിംഗ് തിയറി, ഹ്യൂമൻ റിലേഷൻസ് തിയറി, ക്ലാസിക്കൽ തിയറി, പബ്ലിക് ചോയ്സ് തിയറി. നമുക്കതിനകത്ത് ഏതെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ തന്ത്രം, അതായത് ഏതെങ്കിലും അറിയാവുന്നത് നമ്മൾ ആദ്യം നോക്കിയിട്ട് അതെവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് നോക്കിയിട്ട് അവിടെ എനിക്ക് അതിനകത്തൊന്നും അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ നേരെ ഉത്തരത്തിലേക്ക് പോവുകയാണ്. 38ാമത്തത് ബി ആണ് ആൻസർ. ബി എന്ന് പറയുന്നത് 3ാമത്തതാണ്. അതായത് ക്ലാസിക്കൽ തിയറി 1ാമത് വരുന്നു. 38ാമത്തിന് ഉത്തരം വരുന്നത് ബി ആണ്. അതായത് ക്ലാസിക്കൽ തിയറി 1ാമത് വരുന്നു. പിന്നെ 2ാമത്തെ തിയറി ഹ്യൂമൻ റിലേഷൻസ് തിയറിയാണ് തൊട്ടടുത്ത തിയറി. പിന്നെ 1ാമത്തെ തിയറി ഡിസിഷൻ മേക്കിംഗ് തിയറിയാണ് പിന്നീട് വരുന്നത്. അവസാനമാണ് പബ്ലിക് ചോയ്സ് തിയറി വരുന്നത്. അപ്പോൾ ആദ്യത്തെ തിയറി ക്ലാസിക്കൽ തിയറി, 2ാമത് ഹ്യൂമൻ റിലേഷൻ തിയറി, 3ാമത് ഡിസിഷൻ മേക്കിംഗ് തിയറി, 4ാമത് പബ്ലിക് ചോയ്സ് തിയറി. അടുത്തത് മാച്ച് ദ ഫോളോവിങ് ആണ്. 39ാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോവിങ് ആണ്. മാച്ച് 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്, അതിൽ മാച്ച് എടുക്കുക. ഇതിനകത്ത് കരിസ്മാറ്റിക് അതോറിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ, ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ, പ്രിസ്മാറ്റിക് സൊസൈറ്റി. ഇത്ര ഏതെങ്കിലും അറിയാവോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കരിസ്മാറ്റിക് അതോറിറ്റി നോ ചോയ്സ്. അപ്പോൾ നമുക്ക് നേരെ ഉത്തരത്തെ ഏതാണെന്ന് പരിശോധിക്കാം. 39ാമത്തിൻ്റെ ആൻസർ വരുന്നത് എ ആണ്. 39ാമത്തിൻ്റെ ആൻസർ വരുന്നത് എ ആണ്. എയ്ക്കകത്ത് വരുന്നത് എയുടെ നേരെ ഇത് കരിസ്മാറ്റിക് അതോറിറ്റി ആയിട്ട് വരുന്നത് 4ാമത്തെ ഓപ്ഷനാണ്. അതായത് വെബറാണ് കരിസ്മാറ്റിക് അതോറിറ്റി വരുന്നത്. ബി വരുന്നത് 3 ആണ്. 3 വരുന്നത് സിമോൺ. ബി അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ സിമോൻ്റെയാണ്. സി 2 ആണ്. 2 എന്ന് പറയുമ്പോൾ വീട്ട്നറാണ്. അത് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ വീട്ട്നറുടെയാണ്. അവസാനം വരുന്നത് പ്രിസ്മാറ്റിക് സൊസൈറ്റി, അത് 1ാമത്തെയാണ്. റിക്സ് ആണ് പ്രിസ്മാറ്റിക് സൊസൈറ്റിയുടെ. പിന്നെ അതുപോലെ തന്നെ 39ാമത്തെ ചോദ്യത്തിന് ഉത്തരവും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് 40ാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം. 40ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കത് അസേഷൻ റീസൺ പിന്നെയും വന്നിരിക്കുകയാണ്. ഇന്നത്തെ അസേഷൻ വന്നിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോക്സഭ ഹാസ് നോട്ട് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ടു ദിസ് ഡേ ഇൻ ഇന്ത്യ ഇൻ സ്പൈറ്റ് ഓഫ് ദി ബെസ്റ്റ് എഫർട്ട് ഓഫ് ദ ഗവൺമെൻറ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോക്പാലാണ് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂഷൻ ലോക്പാൽ ഇതുവരെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. പല എഫർട്ടുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന് കാരണം റീസൺ ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യൻ പാർലമെൻറ്റ് ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു അറൈവ് അറ്റ് എ കൺസെൻസസ്. ഇതൊരു വലിയ റീസണാണോ? അസേഷൻ ശരിയാണ്. അത് രണ്ടും ലോക്പാൽ ഇതുവരെ കൃത്യമായിട്ട് സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ കാരണം പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിലുള്ള ഒരു സമ്പ്രദായ സമന്വയം എത്തിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. ഉത്തരം ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഉത്തരം നമുക്ക് നോക്കാം. ഏതായാലും ഉത്തരത്തിനകത്ത് വരുന്നത് 40ാമത്തിന് ഉത്തരം വരുന്നത് എ ആണ്. അതായത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇതാണ് കറക്റ്റ് എക്സ്പ്ലനേഷൻ വരുമ്പോൾ അതിനുള്ള കാരണമാണ് അതിനകത്ത് നമുക്ക് കാണിക്കേണ്ടത്. അപ്പം 41ാമത്തെ ചോദ്യം, ഹൂ യൂസ്ഡ് ദ ഫസ്റ്റ് ടൈം ദ വേർഡ് കോൾഡ് വാർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണെന്നുള്ളതാണ്. അത് വ്യക്തി ഉപയോഗിച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ പേരാണെന്ന് ബെർണാഡ് ബ്രൗഷ്, ഹാൻസ് ജെ മോർഗന്തു, CK വെബ്സ്റ്റർ ആൻഡ് കാൾ ഡ്യൂഷ്. ഇതിനകത്ത് കോൾഡ് വാർ എന്ന വാക്ക് ഉപയോഗിച്ച യൂസ് ചെയ്ത വ്യക്തി ആരാണെന്നുള്ളതാണ് 41ാമത്തെ ചോദ്യം. വളരെ സിമ്പിളാണ്. ചിലർക്ക് കോൾഡ് വാർ ഇൻ്റർനാഷണൽ റിലേഷൻസ് പഠിച്ചവർ ഇത് മറക്കാൻ പാടാത്തതാണ്.
41-ാമത്തെ ഉത്തരം ബെർണാഡ് ബ്രൗഷാണ്. ബെർണാഡ് ബ്രൗഷ് ഒരിക്കലും മറക്കാൻ പാടാത്തൊരു ഇതാണ്. കോൾഡ് വാർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ബെർണാഡ് ബ്രൗഷ്. ബെർണാഡ് ബ്രൗഷ് ഒരിക്കലും മറക്കാൻ പാടില്ല. ബെർണാഡ് ബ്രൗഷിനെ മറക്കാൻ പാടില്ല. ബെർണാഡ് ബ്രൗഷ്. 42-ാമത്തതിൻ്റെ ചോദ്യമാണ് ജനറൽ അസംബ്ലി ഓഫ് UNO പാസ് ദ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്. ഹ്യൂമൻ റൈറ്റ് ഡിസംബർ 10 ആണ് പാസ്സാക്കിയത്. ഏത് വർഷമാണെന്നുള്ളത് നമുക്കിനി നോക്കേണ്ടതുണ്ട്. ഹ്യൂമൻ റൈറ്റ് 42-ാമത്തെ ചോദ്യമാണ്. 42-ാമത്തേത് എ ആണ് ആൻസർ വരുന്നത്. ഡിസംബർ 10 1949 ഡിസംബർ 10 ഹ്യൂമൻ റൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. ദി ഹെഡ്ക്വാർട്ടർ ഓഫ് ഇക്കണോമിക് കമ്മീഷൻ ഫോർ ദി ഏഷ്യ ആൻഡ് ഫാർ ഈസ്റ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് Headquarters of Economic Commission for Asia and Far East is situated at എവിടെയാണ് സ്ഥാപിച്ചത്? അത് 43-ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ഡി ആണ്, ജക്കാർത്തയിലാണ് എക്കണോമിക് കമ്മീഷൻ ഓഫ് ഏഷ്യ ആൻഡ് ഫാർ ഈസ്റ്റ്. വൺ ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ വൺ എന്ന് പറയുന്ന 40-ാമത്തെ ചോദ്യം. ദി സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബൈ വൺ ഓഫ് ദ ഫോളോവിങ് ഓതേഴ്സ് ഇൻ റിഗാർഡ് ദ കളക്റ്റീവ് സെക്യൂരിറ്റി. അതാരാണ് കൊണ്ടുവന്ന 44-ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് സി ആണ്, മോർട്ടൺ കപ്ലാനാണ് വൺ ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ വൺ എന്ന് പറയുന്ന ഇത് കൊണ്ടുവന്നത്. പിന്നെ വാട്ട് ഈസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് ദ ബിലോ, ചൂസ് ദ റൈറ്റ് ആൻസർ ഫ്രോം ദ കോഴ്സ്. 45-ാമത്തെ ചോദ്യം. അറ്റ്ലാന്റിക് ചാർട്ടർ, ബർട്ടൺ വുഡ് കോൺഫറൻസ്, കൊസാബ്ലൻസ് കോൺഫറൻസ് ആൻഡ് യാൾട്ട കോൺഫറൻസ്. ഇതിനകത്ത് ക്രോണോളജിക്കൽ ഓർഡറായിട്ട് അറിയാൻ സാധ്യത. 45-ാമത്തെ ഉത്തരം വരുന്നത് എ ആണ്. എ വരുന്നത് 1, 3, 2, 4 1, 3, 2, 4. ഒന്നാമത്തത് അറ്റ്ലാന്റിക് ചാർട്ടർ, ഒന്നാമത് 3, മൂന്നാമത് കൊസാബ്ലൻസ് കോൺഫറൻസ്, പിന്നെ രണ്ടാമത് ബ്രട്ടൺ വുഡ് കോൺഫറൻസ്, അതിനുശേഷം ഏറ്റവും ഫോർത്താണ് യാൾട്ട കോൺഫറൻസ് വരുന്നത്. 45-ാമത്തെ ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞിട്ട് 46-ാമത്തെ ചോദ്യം ഏതാണ്? വാട്ട് ഈസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് ദ മോഡൽസ് ഗിവൺ ബൈ മോർട്ടൺ കപ്ലാൻ. മോർട്ടൺ കപ്ലാൻ്റെ ചില കൺസെപ്റ്റ്സിൻ്റെ കറക്റ്റ് സീക്വൻസാണ് ചോദിച്ചിരിക്കുന്നത്. ബാലൻസ് ഓഫ് പവർ, യൂണിവേഴ്സൽ ഇൻ്റർനാഷണൽ സിസ്റ്റം, ടൈറ്റ് ബൈപോളാർ സിസ്റ്റം, ലൂസ് ബൈപോളാർ സിസ്റ്റം. ഇതിനകത്ത് ഉത്തരം ഏതാണ്? 46-ാമത്തെ ഉത്തരം വരുന്നത് എ ആണ്. ഒന്നാമത്തത് ആയിട്ട് വരുന്നത് അത് ബാലൻസ് ഓഫ് പവർ, പിന്നെ 4-മതാണ് ലൂസ് ബൈപോളാർ സിസ്റ്റം, പിന്നെ 3-മാണ് ടൈറ്റ് ബൈപോളാർ സിസ്റ്റം, സെക്കൻഡ് യൂണിവേഴ്സൽ ഇൻ്റർനാഷണൽ സിസ്റ്റം. 47-ാമത്തത് മാച്ച് ദ ഫോളോവിങ് ആണ്. ഫറാഖ് ബാരേജ് 1, 2, 3 ന്യൂക്ലിയർ എഗ്രിമെൻറ്റ്, ശ്രീമാവോ ശാസ്ത്രി പാക്ട് ആൻഡ് ട്രീറ്റി ഓഫ് പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് 1950. സിരിമാവോ ശാസ്ത്രി പാക്ട് ഇന്ത്യ ശ്രീലങ്കയാണ്, അത് നമുക്കറിയാം. സിരിമാവോ ശാസ്ത്രി പാക്ട്. അപ്പോൾ നമുക്ക് 3-2 വരുന്നതിനുണ്ടോ? C2 വരുന്നതുണ്ടോ? ബി ഓപ്ഷൻ ഉണ്ട്. C2 വരുന്നത് ബി ഓപ്ഷൻ ഉണ്ട്. ബി ഓപ്ഷൻ നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് ബി ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും, C2 വരുന്നത്. അപ്പം അതുകൂടാതെ വേറെ ഓപ്ഷൻ ഉണ്ടോ നോക്കില്ല, വേറെ ഇല്ല. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് അറിയാമല്ലോ. 1, 2, 3 ബി ഏതാ വരുന്നത്? B4 ആണ്. അത് ഇൻഡോ USA 1, 2, 3 ന്യൂക്ലിയർ എഗ്രിമെൻറ്റ്. ഫറാക്ക ബരേജ് വരുന്നത് ഡി 3 ആണ്. ഇന്ത്യ നേപ്പാൾ ഉത്തരം കൃത്യമാണ് അതിനകത്ത്. 48-ാമത്തത് മാച്ച് ദ ഫ്ലോവിങ് ആണ്. ഇനിസ് ക്ലൂഡെ, ജെസ് ഹോസ്റ്റി, എൽറോയി ബെർണറ്റ്, കേക്കിനോർ ആൻഡ് ജെയിൻ റൂസോ. പവർ ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്റർനാഷണൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഇഷ്യൂസ്, കണ്ടന്റിങ് അപ്രോച്ചസ് ടു ഇന്റർനാഷണൽ പൊളിറ്റിക്സ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് 48-ാമത്തതിൻ്റെ ഉത്തരം വരുന്നത് എ ആണ്.
A1, 4, 2, 3, A1, B2, B4, A1 ഇനീസ് കൊണ്ട് A1 ആണ് പവർ ഇൻ്റർനാഷണൽ റിലേഷൻസ്. ബി എന്ന് പറയുന്നത് 4 ആണ്, കെ ജെ ജോഷിയുടെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ആണ്. C2 ആണ്, അതായത് എൽ റോയ് പണ്ഡിറ്റിൻ്റെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് ഇഷ്യൂസ്. ആൻഡ് ഡി കെ ക്നോർ ആൻഡ് ജെയിൻ റൂസോയുടെ 3 ആണ്, കോണ്ടൻറ്റിങ് അപ്രോച്ച് ടു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. ഓക്കെ.